ഹോളിവുഡ് ചിത്രങ്ങളെക്കാൾ ചുരുങ്ങിയ ബജറ്റിൽ ചരിത്ര നേട്ടങ്ങൾ കൊയ്ത് ISRO കുതിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷവും ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന ആ പതിവ് ISRO തുടർന്നു. ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. 2023 ഇന്ത്യക്ക് മറക്കാനാകാത്ത വർഷമായത് ഇക്കാരണം കൊണ്ടുകൂടെയാണ്. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ ദൂരെയുള്ള അമ്പിളിമാമനെ ചന്ദ്രയാൻ 3 തൊട്ടപ്പോൾ മാനമുട്ടെ സന്തോഷവും അഭിമാനവും അണപൊട്ടി. 2023 ISRO നടത്തിയ കുതിച്ചുചാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കി വരാം. ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടതിന്റെ വേദന ISRO മാറ്റിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവമേഖലയിൽ പ്രഗ്യാൻ റോവർ ഉരുട്ടിക്കൊണ്ടാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവമേഖലയിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് മുതൽ ഇന്ത്യയുടെ കന്നി സൗരദൗത്യം ആരംഭിക്കുന്നതുവരെ ISRO അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യം ലോകത്തിനു മുന്നിൽ പ്രകടമാക്കിയ വർഷം കൂടെയാണ് കടന്നുപോയത്. SSLV-D2 ISROയുടെ ഏറ്റവും ചെറിയ റോക്കറ്റ്, ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ റോക്കറ്റും SSLV ആണ്. ബഹിരാകാശ വിപണിയിൽ നിർണായക ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ കഴിയുന്ന SSLV റോക്കറ്റിന്റെ വിക്ഷേപണ വിജയമായിരുന്നു 2023 ISROയുടെ ആദ്യ മധുരം. 2023 ഫെബ്രുവരി 10 രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 3 ഉപഗ്രഹങ്ങളുമായി SSLV-D2 കുതിച്ചുയർന്നു. LV-M3 M3 OneWeb 2 ISROയുടെ ഏറ്റവും കരുത്തേറിയ, ഇതുവരെ പരാജയമറിയാത്ത LV-M3 റോക്കറ്റ് 36 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് പറന്നുയർന്നു. ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് ദാതാവായ OneWebമായി ISRO കൈകോർത്ത രണ്ടാം ദൗത്യം. മാർച്ച് 26 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് LV-M3 M3 കുതിച്ചുയർന്നപ്പോൾ ബഹിരാകാശ വിപണിയിൽ ISROയ്ക്കൊപ്പം LV-M3യുടെയും മൂല്യം കുതിച്ചുയർന്നു. RLV പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം RLVയുടെ ലാൻഡിംഗ് പരീക്ഷണവും വിജയകരമായി. ഏപ്രിൽ 2 സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ട പേടകം സ്വയം ദിശ നിയന്ത്രിച്ച് ഒരു വിമാനത്തെ പോലെ റൺവേയിൽ ഇറങ്ങി. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമെന്ന ലക്ഷ്യത്തിലേക്ക് ഇതോടെ ISRO ഒരു പടി കൂടി അടുത്തു. ഏപ്രിൽ 22 PSLV C-55ന്റെ വിക്ഷേപണം. സിംഗപ്പൂരിന്റെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. മെയ് 29 ഇന്ത്യയുടെ 2ാം തലമുറ ഗതി നിർണയ ഉപഗ്രഹം NVS-1ന്റെ വിക്ഷേപണം വിജയകരമായി. വിക്ഷേപണ ശേഷിയുടെ കാര്യത്തിൽ ISROയുടെ വിക്ഷേപണ വാഹനങ്ങളിലെ രണ്ടാമനായ GSLV ആണ് NVS-നെ ഭ്രമണപഥത്തിലെത്തിച്ചത്. ഇനിയാണ് ചന്ദ്രയാൻ 3. ജൂലൈ 14 ഉച്ച കഴിഞ്ഞ് 2:35 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് LV-M3 M4 റോക്കറ്റ് കുതിച്ചുയർന്നു. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണം വിജയം. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 23 രാജ്യം കാത്തിരുന്ന വാർത്തയെത്തി. ചന്ദ്രോപരിതലത്തിൽ റോവർ ഇറങ്ങി. അശോക സ്തംഭമുദ്ര ചന്ദ്രനിൽ പതിഞ്ഞു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം തൊട്ട ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. അമ്പിളിയോളം ഇന്ത്യയുടെ യശസ്സുമുയർന്നു. ഒരു മലയാളി ISRO തലപ്പത്തിരിക്കുമ്പോൾ കൊയ്ത നേട്ടത്തിൽ കേരളവും അഭിമാനിച്ചു. ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടപ്പോൾ കണ്ണീരോടെ നിന്ന അന്നത്തെ ISRO തലവൻ K. ശിവന്റെ മുഖവും നമ്മൾ ആരും മറന്നിരുന്നില്ല. ചന്ദ്രയാൻ 3ന്റെ വിജയത്തിൽ രാജ്യമാകെ ആനന്ദിച്ചപ്പോൾ അദ്ദേഹത്തെയും ഏവരും ഓർത്തു. ചന്ദ്രയാൻ വിജയത്തിന് ശേഷം സൂര്യനെ അടുത്തറിയാൻ ആദിത്യയെ അയച്ചാണ് ISRO കരുത്തു തെളിയിച്ചത്. സെപ്റ്റംബർ 2 ISROയുടെ എക്കാലത്തെയും വിശ്വസ്തനായ PSLV ആദിത്യ L1നെയും കൊണ്ട് പറന്നുയർന്നു. 63 മിനിറ്റുകൾ കഴിഞ്ഞ് ആദിത്യ L1 ഭ്രമണപഥത്തിൽ. സൂര്യരഹസ്യങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കാൻ ആദിത്യ കുതിക്കുകയാണ് ഇപ്പോഴും. ചന്ദ്രന്റെയും സൂര്യന്റെയും രഹസ്യങ്ങൾ അറിയുന്നതിൽ നിർത്തുന്നില്ല ISROയുടെ കുതിപ്പ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഗഗൻയാൻ പ്ലാനിംഗ്. ഗഗൻയാൻ മിഷനിലെ നിർണായക ഘട്ടം ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിന്റെ പരീക്ഷണം ഒക്ടോബറിൽ വിജയകരമായി നടത്തി. ഇവിടെയൊന്നും നിൽക്കുന്നില്ല. 2024 വിജയകഥകൾ രചിക്കാൻ തന്നെയാണ് ISRO ഒരുങ്ങുന്നത്. ഗഗൻയാൻ മിഷൻ, മംഗൾയാൻ 2, ശുക്രനെ പഠിക്കാനുള്ള ശുക്രയാൻ 1, അങ്ങനെ ഒരുപിടി ദൗത്യങ്ങളുണ്ട്. ബഹിരാകാശം, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. മറ്റ് സ്പേസ് ഏജൻസികളെ അപേക്ഷിച്ച് തുച്ഛമായ ചെലവിൽ വമ്പൻ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുന്നത് ISROയ്ക്ക് ഇപ്പോൾ ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ജൈത്രയാത്ര തുടരാൻ 2024 സാധിക്കട്ടെ.